കേരളത്തിൽ ശക്തമായ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ വരുന്ന 3 മണിക്കൂർ സമയത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ്. 2 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ ചെങ്കൽപ്പണയിൽ മണ്ണിടിഞ്ഞ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. അസം സ്വദേശി ഗോപാൽ വർമ്മനാണ് മരിച്ചത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കണ്ണൂരിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 3 ദിവസത്തേക്ക് അടച്ചിടും. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയും കൊട്ടാരക്കരയിൽ നിന്ന് സുജിത് സുരേന്ദ്രനും തത്സമയം ചേരുന്നു. ആദ്യം കണ്ണൂരിലേക്ക്. അരുൺ, പറയൂ, എന്താണ് കണ്ണൂരിലെ അവസ്ഥ ഇപ്പോൾ? പറയൂ. SKN കണ്ണൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജില്ലയിലാകെ ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. ഇടപെട്ട സമയങ്ങളിലാണ് മഴ പെയ്തത്. ജില്ലയിലെ വിവിധ മേഖലകളിൽ, മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ നഗര തീരദേശ മേഖലയിലെല്ലാം ഒരുപോലെ ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. ജില്ലയിൽ നാളെ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം, കർശന ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 24 നാളെയും അതോടൊപ്പം തന്നെ 25, 26 തീയതികളിൽ ജില്ലയിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അതും അടച്ചിടാൻ വേണ്ടി തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ അടുത്ത 3 ദിവസം ഈ കോറികളുടെ പ്രവർത്തനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മുൻകരുതൽ നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു വരികയാണ്. മുഴുവൻ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ അപകടാവസ്ഥയുണ്ടെങ്കിൽ അവിടെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക മേഖലകളിൽ നിന്നും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്ക് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ഈ ഓരോ താലൂക്കുകളിലും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രാദേശികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ രീതിയിൽ ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ നൽകണം എന്നതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതോടൊപ്പം തന്നെ ചില അപകട വാർത്തകളും ഈ മഴക്കെടുതിയുടെ വാർത്തകളും ഇന്ന് കണ്ണൂരിൽ നിന്നുണ്ടായി. വൈകിട്ടാണ് കണ്ണൂർ പയ്യന്നൂർ ഒയോളത്ത് ചെങ്കൽപ്പണയിൽ മണ്ണിടിച്ചിൽ ഒരു അതിഥി തൊഴിലാളി മരിച്ചത്. അസം സ്വദേശിയായിട്ടുള്ള ഗോപാൽ വർമ്മനാണ് മരിച്ചത്. അവിടെ ഇന്ന് പയ്യന്നൂർ മേഖലയിൽ കനത്ത മഴയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയ്ക്കിടെയാണ് ഈ കല്ലെടുത്ത ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞ് ഈ തൊഴിലാളി മണ്ണിനടിയിൽപ്പെട്ടു പോയത്. മറ്റൊരു ലോറി ഡ്രൈവർക്കും പരിക്കായിരുന്നു. പക്ഷേ ആ പരിക്ക് സാരമുള്ളതല്ല. ഈ ഗോപാൽ വർമ്മനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ വർഷം മഴക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ മരണം കൂടിയാണ്. ഇതെന്തായാലും ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കുപ്പത്ത് ശക്തമായ മഴയിൽ മണ്ണും അതോടൊപ്പം തന്നെ ചെളിവെള്ളവുമൊക്കെ ഒലിച്ചിറങ്ങി വീടുകളിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ മറ്റെന്തെങ്കിലും അത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതുവരെ ദേശീയപാത അതോറിറ്റിയോ മറ്റ് അധികൃതരോ സ്വീകരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ മഴ കൂടുതൽ ശക്തമായാൽ ആ വീടുകളിലേക്കെല്ലാം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും. ഈ മാസം 27-നകം അത്തരം നടപടികൾ ഉണ്ടാകും എന്നതാണ് അധികൃതർ പറഞ്ഞതെങ്കിൽ പോലും മഴ അതിന് കാത്തു നിൽക്കില്ല എന്നതാണ്. അടുത്ത 3 ദിവസം ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് അതിതീവ്ര മഴയ്ക്ക് ജില്ലയിൽ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയെല്ലാം എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതും പ്രധാനമാണ്. ഓക്കെ, താങ്ക് യു. തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായി മഴ പെയ്യുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. ആമിന പറയുന്നു, തിരുവനന്തപുരത്ത് നല്ല മഴയും കാറ്റുമാണ്, കൊടുങ്കാറ്റിന് സമാനമായ കാറ്റാണ് വീശുന്നത്, പേടി തോന്നുന്നു എന്നാണ് പറയുന്നത്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കൊല്ലം ജില്ലയിലും പരക്കെ മഴ പെയ്യുകയാണ്. ശക്തമായ കാറ്റിലും മഴയിലും പലയിടത്തും നാശനഷ്ടമുണ്ടായി. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലെ പന്തൽ പൊളിഞ്ഞു വീണു. 3 കാറുകൾക്ക് കേടുപാടുകളുണ്ടായി. കൊട്ടാരക്കരയിൽ നിന്നും ടെലിഫോണിൽ സുജിത് സുരേന്ദ്രൻ ചേരുന്നു. സുജിത്ത്, ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കൊല്ലം ജില്ലയുടെ പല മേഖലകളിലും മഴ ശക്തമാകാൻ തുടങ്ങിയത്. മഴയ്ക്കൊപ്പം വൈകുന്നേരത്തോടെ കാറ്റും ശക്തമാവുകയായിരുന്നു. ഈ കാറ്റിലാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലെ പന്തൽ പൊളിഞ്ഞു വീണത്. ഈ പന്തലിൽ പാർക്ക് ചെയ്തിരുന്ന 3 കാറുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ക്ഷേത്രോത്സവത്തിന് സ്ഥാപിച്ചിരുന്ന ഈ പന്തലായിരുന്നു ഇവിടെ തകർന്നു വീണത്. മറ്റ് ആളപായം ഒന്നും തന്നെയില്ല. ആളുകളൊന്നും തന്നെ ആ പന്തലിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലും
മരം കടപുഴകി വീണ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ഒപ്പം തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയ ആപത്തുകളും അത്യാഹിതങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ അടക്കം മണ്ണിടിച്ചിലുണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ കണക്കിലെടുത്ത് ആളുകൾ സുരക്ഷിതരായിരിക്കണം, ആളുകൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളുകളും ശ്രദ്ധ പുലർത്തണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. മറ്റ് അത്യാഹിതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ നിലവിൽ ഇപ്പോഴും മഴ പലയിടങ്ങളിലും പരക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ